അപ്പോൾ പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നോക്കേ വേണ്ട, ആമാർ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ. ഹലോ, 2025 ഞാൻ വൃന്ദാവൻ ബർസാനയിൽ സെലിബ്രേറ്റ് ചെയ്ത ചെറിയൊരു ഹോളി വീഡിയോ ആണിത്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ട്രാവലിങ്, അതുപോലെ തന്നെ അവിടെ ചെന്ന് എന്തൊക്കെ കണ്ടു. ഞാൻ ഇവിടുന്ന് ബൈ ട്രെയിൻ ആയിരുന്നു കേട്ടോ പോയത്. എറണാകുളത്തു നിന്ന് ഉച്ചയ്ക്ക് 1:30 പോകുന്ന മംഗളയിൽ ഏകദേശം 2 ദിവസത്തിന്റെ അടുത്ത് ട്രാവൽ ചെയ്തെടുക്കും. നമുക്ക് മധുര ഡയറക്റ്റ് സ്റ്റോപ്പ് ഉണ്ട്, ആഗ്ര കഴിയുമ്പോഴത്തേക്ക് എത്തും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അന്ന് നല്ല തിരക്കാണല്ലോ. നമുക്ക് ഷെയർ ഓട്ടോസ് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് വൃന്ദാവൻ, മധുര, ബർസാന ഈ 3 സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്യാൻ ആലോചിച്ചത്. അതിൽ ഞാൻ വൃന്ദാവനിലാണ് റൂം എടുത്തേക്കുന്നത്. അപ്പം വൃന്ദാവൻ വരെ ഒരു ഓട്ടോയിൽ ചെല്ലണം. പിന്നെ അവിടുന്ന് ഞാൻ താമസിക്കാൻ എടുത്തേക്കുന്ന പ്രേമന്ദിർ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലത്തിന്റെ അടുത്തായിട്ടാണ്. അപ്പൊ അവിടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ആ സമയത്ത് എനിക്കൊരു ജാർഖണ്ഡ് ഫാമിലി കിട്ടിയായിരുന്നു. അപ്പൊ അവരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അവരിതിനു മുമ്പ് ഇവിടെ ഹോളീസ് ഒക്കെ കാണാൻ വന്നിട്ടുണ്ട്, അപ്പം അവരുടെ കൂടെ കൂടുന്നു, അവര് ബർസാനയ്ക്ക് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ ആക്ച്വലി ബർസാനയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ബൈ ഷെയർ ഓട്ടോയിൽ തന്നെ. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇവരുടെ പോയത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. അത്യാവശ്യം ഇവർക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയുകയും ചെയ്യായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്ക് വൃന്ദാവനിൽ ചെന്നപ്പോൾ വണ്ടി വേറൊരു ഓട്ടോ മാറി കയറേണ്ടി വന്നു, പ്രേം മന്ദിർ എന്ന് പറഞ്ഞിട്ട്. അയ്യോ, അത് പിന്നെ പറയാണ്ടിരിക്കുന്നതാ നല്ലത്. ആ ഓട്ടോക്കാരെ നമ്മൾ എങ്ങനെയൊക്കെ, നമ്മൾ ഹിന്ദി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ പറ്റിക്കുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല കേട്ടോ. വൃന്ദാവനിലെത്തിയിട്ട് അവിടുന്ന് പ്രേമന്ദിർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ റൂം വരുന്നത്. അപ്പം ഞാൻ അവിടത്തേക്ക് ഓട്ടോ പ്രേമന്ദിർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇങ്ങോട്ടെങ്കിലും കയറ്റി വിടില്ല എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. അതിൽ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ 700 മീറ്റർ ബാക്കിയുള്ളപ്പോൾ അവനാണെങ്കിൽ റൂട്ടൊന്ന് കാണിച്ചു തന്നെ അവിടെ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറയാം ഏകദേശം 250 രൂപയാണ് അവിടെ വരെ എത്തുന്നതെന്ന്. ഞാൻ പറഞ്ഞു ആകെ പോയി 2 കിലോമീറ്റർ പോലും ഇല്ലല്ലോ. അല്ലല്ലോ, അവിടുന്ന് ഒത്തിരി കിലോമീറ്റർ ഉണ്ട്, അത്ര ആകുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട സാരമില്ല, ഇവിടെ നിന്ന് 500 മീറ്റർ പോലും ഇല്ലല്ലോ, ഞാൻ ഇറങ്ങി നടന്നോളാന്ന് പറഞ്ഞു. നമ്മൾ വെളിയിലൊക്കെയാണ് അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള സമയത്ത് നമ്മളോടൊക്കെ ചോദിക്കുന്നത് ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ പറഞ്ഞ് നിൽക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നോക്കേ വേണ്ട. പിന്നെ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. ഞാൻ അഗോഡ അല്ലെങ്കിൽ booking.com വഴി എന്തോ ആയിരുന്നു റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ജാർഖണ്ഡ് ഫാമിലി. അവരൊരു ആശ്രമമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് കിട്ടിയ റൂം നല്ലായിരുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ഞാൻ അവരോടെ തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അവര് പറയുന്നത് ഗോവർദ്ധൻ, ബർസാന ആ രീതിയിൽ സൂപ്പർഫിഷ്യലായിട്ടൊന്ന് പോയി കാണാം എന്നൊക്കെയാണ്. കാരണം അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് പോകുന്ന വഴിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇന്നൊന്നും നമുക്ക് കണ്ടു തീരാൻ പറ്റില്ല. അപ്പം ആദ്യം പോകുന്നത് ഗോവർദ്ധനിലേക്കാണ്. പക്ഷെ ഗോവർദ്ധൻ ടെമ്പിൾ ജസ്റ്റ് പുറമേ ഒന്ന് കണ്ടുവന്നേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ ഇടയിൽ ഇവർ കുറേയേറെ നമ്മളെ കേരള സ്റ്റോറിനെയൊക്കെ പറ്റി പറയുന്നുണ്ട്. കാരണം അവിടെ ഗോമാത ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ ബീഫ് കഴിക്കുന്നതിനെ പറ്റിയും അല്ലെ എന്നോട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഹില്ലിലാണ് കേട്ടോ. ഇതിന്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അത് ഈ കൃഷ്ണ സ്റ്റോറീസ് ഒക്കെ അറിയാവുന്നവർക്കറിയാം. പണ്ട് ദേവേന്ദ്രൻ ഭയങ്കര ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹാപ്രളയവും മഴയൊക്കെ ഉണ്ടാക്കിയ സമയത്ത് അവിടുത്തെ നാട്ടുകാരെ ആക്കാൻ വേണ്ടിയിട്ട് ഈ മല ചെറുവിരലിൽ പൊക്കി നിർത്തി എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട്. പിന്നെ അടുത്ത ഞാൻ പോയത് ഒരു കുസും സരോവർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അത് ലോക്ക് ചെയ്തേക്കുന്ന കാരണം നമുക്കത് ജസ്റ്റ് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ഇത് രാധാകുണ്ടും ഇതിനപ്പുറം തന്നെ കൃഷ്ണകുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കുളവും കൂടി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് രാധാബാഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. രാധാബാഗ് എന്നുവെച്ചാൽ രാധയുടെ തോട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാധാറാണിയും അവരുടെ ഫ്രണ്ട്സും എല്ലാം കൂടിയും കളിച്ച് നടന്ന സ്ഥലം. അവിടെ പറഞ്ഞതൊക്കെ രാധാറാണിയുടെയൊക്കെ രാസലീലകൾ നടന്ന സ്ഥലം എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. അത്യാവശ്യം പക്ഷെ നല്ല മഴ പെയ്ത് കുറച്ച് തെന്നി കിടക്കുകയായിരുന്നു. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലേ തെന്നി വീഴും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പിന്നെ ഈ ജാർഖണ്ഡ് ഫാമിലിയുടെ കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവൾ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാത്ത കാരണം എനിക്ക് നല്ല രീതിയിൽ അങ്ങനെയൊന്നും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കൊണ്ടുവന്ന ഡ്രൈവർ പറഞ്ഞിരുന്നു ഇവര് പല പൂജകളും അർച്ചനകളും ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് വലിയ വലിയ എമൗണ്ടുകളൊക്കെ ചോദിക്കും, അതിലൊന്നും വീണ് പൈസ കൊടുക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്നത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. ആ ഒരു കല്ലിൽ നമുക്ക് രാധേന്റെ രൂപം കാണാൻ പറ്റും, സൂക്ഷിച്ച് നോക്കിയാലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയം രാത്രി കാരണം അത്ര ക്ലിയർ ആയിരുന്നില്ല. പിന്നെ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ये देखो ध्यान से, दूर से
ले लो। जैसे निधवन सेवा कुंज में कन्हैया नित्य रास और राधा होता है, रानी, ऐसे ही कन्हैया नित्य और रास राधा की रानी तक दिखाई दे रहे, दो छवि नहीं दिखाई दे रही। वर्तमान। तो आज भी यहाँ नित्य रास की लीला होती है और कल होरी का संतों का भंडारा है, आप भक्तों से चलता है भैया। ഫൈനലി ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആ കുന്നിന്റെ മേലെ കാണുന്നില്ലേ, അതാണ് രാധാറാണി ടെമ്പിൾ ബർസാനയിലെ. ഈ ഒരു ബർസാന എൻ്റെ മൈൻഡിലേക്ക് കയറിയത് സത്യമായിട്ടും നമ്മുടെ രാധാകൃഷ്ണന്റെ ഒരു സീരിയൽ ഉണ്ടല്ലോ, വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്, ബർസാനയ്ക്കുള്ള പണം നൽകിയത് ഞാനാണ്, അങ്ങനൊരു സംഭവം. അന്ന് കയറിയതാണ്. ഞാൻ മധുര വരെ എത്തിയിട്ടുണ്ട്, മുന്നോട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം അതെ കുറച്ച് പടികളൊക്കെ കയറി വേണം നമ്മൾ മുകളിലെത്താൻ. എത്തിയ പാടെ മറ്റേ റെങ്കുവാലി ഹോളി നടക്കുകയാണ്. പല വർണ്ണത്തിലുള്ള പൊടികൾ വെച്ചിട്ടുള്ള ഹോളി നടക്കുകയാണ്. ആ സമയത്ത് ആരതി ടൈമും കൂടി, ആരതി മീൻസ് ദീപാരാധന ടൈമും കൂടിയായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പനിയായിട്ടാണ് ചെന്നത് ഞാൻ. ഈ പൊടിയെല്ലാം കൂടി നമ്മുടെ മൂക്കിലോട്ടൊക്കെ അടിച്ചു കയറിയിട്ടേ കണ്ണും നീറും, അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അവിടെ കുറേ പേരിങ്ങനെ കൈ കോർത്ത് പിടിച്ച് വട്ടത്തിൽ കറങ്ങുന്നുണ്ട്. ആ കറങ്ങുന്നവർക്കുണ്ടല്ലോ, അവർക്ക് അവർ ദക്ഷിണയും എന്തൊക്കെയൊക്കെയോ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് നാളെയാണ് ഹോളി, മെയിൻ ഡേ, അതായത് ഹോളിഡേ എന്ന് പറഞ്ഞാൽ നാളെയാണ്. പക്ഷേ ഞങ്ങൾ തലേന്നത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് ഇവിടെ ബർസാനയിൽ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, 8-9-10 ദിവസം മുമ്പ് തന്നെ ഇവിടെ ഹോളി തുടങ്ങും. പലതരത്തിലുള്ള ഹോളിയുണ്ട്. ഇപ്പം പറയുകയാണ് ലെട്ടുമാർ ഹോളി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് ബർസാനയിലും നന്ദഗാവിലും കേട്ടോ. അതിനകത്ത് സ്ത്രീകൾ ലാത്തിയല്ലേ കോല് വെച്ചിട്ട് പുരുഷന്മാരെ അടിക്കും. അപ്പം പുരുഷന്മാർ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നീ ഷീൽഡ് എന്തെങ്കിലും ഹോൾഡ് ചെയ്ത് പിടിക്കും. ഇതല്ലാതെ ലഡു ഹോളിയുണ്ട്, പിന്നെ ഫൂലോങ്കി ഹോലിയുണ്ട്. ഇപ്പം പല വർണ്ണത്തിലുള്ള നിറത്തിന് പകരം ലഡു വെച്ചിട്ടും അല്ലെങ്കിൽ പൂക്കൾ വെച്ചിട്ടുള്ള ഹോളിയാണ്. പിന്നെ ഇന്നത്തെ ദിവസം, അതായത് മെയിൻ ഹോളിയുടെ തലേന്ന് ഹോളിക ദഹൻ എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ചുള്ളിക്കമ്പുകളും ചെറിയ ചെറിയ കമ്പുകളെല്ലാം വെച്ചിട്ട് അമ്പലത്തിലും വീടുകളുടെ മുറ്റത്തുമൊക്കെ ഇങ്ങനെ തീ കൊളുത്തും. ആ സംഭവം എന്ന് പറഞ്ഞാൽ ദുഷ്ടതകൾ മാറി നല്ലത് വരാൻ വേണ്ടി, ആ ഒരു ഐതിഹ്യമാണ് അവിടെ പറയുന്നത്. അങ്ങനെ കുറേയേറെ നേരം ബർസാനയിൽ സ്പെൻഡ് ചെയ്തു. എനിക്ക് വൃന്ദാവനിൽ ഒന്നിൽ ബൻകെ ബിഹാരി ടെമ്പിൾ അല്ലെ പ്രേമന്ദിറിൽ പോയിട്ട് ഹോളി ആഘോഷിക്കാൻ വേണ്ടിയായിരുന്നു. സോ ഞാൻ രണ്ടും കൽപ്പിച്ച് രാവിലെ എണീറ്റ് നടക്കുകയാണ്. ഞാൻ വിചാരിച്ചത് റോഡിലൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും, പക്ഷെ പോകുന്ന വഴിക്കൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു. മന്ദിറിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായി. അപ്പം ഈ പ്രാവശ്യത്തെ തിരക്കുകൾ കൂടുതൽ കാരണം പ്രേമന്ദിറും ബൻകെ ബിഹാരി ടെമ്പിളൊക്കെ ക്ലോസ് ചെയ്തേക്കാന്ന് പറഞ്ഞു. വൈകുന്നേരത്തിന് ശേഷമേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊരു 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. വഴിയെ പോകുന്നവരെല്ലാം നമ്മുടെ നേരെ പൊടിയിടുമല്ലോ, ഇടരുതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പോയത് ഹോളി ആഘോഷിക്കാനാണല്ലോ. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്ക് പനി അങ്ങോട്ട് കൂടി. നല്ല ചുട്ടുപൊള്ളുന്ന ചൂട്, തലവേദന. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല, കാരണം പോയ വഴിക്കൊന്നും ഹോട്ടലുകളോ ഒന്നുമില്ല. പിന്നുള്ള ഈ വഴിയോര കച്ചവടക്കാരുണ്ടല്ലോ, അതാണെങ്കിൽ ഡ്രൈനേജിൻ്റെ അടുത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു. കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ വിശന്നിട്ട്, പക്ഷെ ഭയങ്കര സ്മെല്ലായിരുന്നു. എന്നിട്ട് എന്തോ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കഴിക്കുകയായിരുന്നു. അപ്പം ഇനി ഞാൻ പ്ലാൻ ചെയ്തത് വൈകിട്ട് ഇവിടുന്ന് ഡെറാഡൂണിന് ബസ്സിൽ കയറുക. പിറ്റേ ദിവസം അവിടുന്ന് എനിക്ക് കേദാർഖണ്ഡയിലേക്ക് ട്രെക്കിംഗ് ഉണ്ട്. നമ്മൾ കേരള എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്, അവർ ക്യാമ്പിംഗ് ഹിമാലയ, അവരുടെ കൂടെ ആയിരുന്നു പോയത്. ഈ ഇഷ്യൂസ് ഒക്കെ കാരണം ഞാൻ എൻ്റെ ബാക്കി ട്രാവലൊക്കെ ക്യാൻസൽ ചെയ്തു. ഫൈനലി എനിക്ക് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ. ഹോട്ടലിലെ പയ്യന്മാരുണ്ടല്ലോ, നല്ല സ്നേഹമുള്ള പയ്യന്മാരായിരുന്നു കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കഴിച്ചില്ല എന്നറിയാവുന്നതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് എന്തൊക്കെയോ കൊണ്ട് തന്നായിരുന്നു. പിന്നെ അവന്മാർ തന്നെ അവർ കാറിൽ കയറ്റി എന്നെ ഈ ഓട്ടോ കിട്ടുന്നിടത്ത് കൊണ്ടിറക്കി. ലഗേജസ് പോലും എന്നെ കൊണ്ട് എടുപ്പിച്ചില്ല കേട്ടോ. ഞാൻ ഇറക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ ഫോട്ടോസ് നിന്റെ ഞാൻ വീഡിയോസിലാക്കുമെന്ന് പറഞ്ഞു. ആക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഒരു ഷെയർ ഓട്ടോ വന്നതിൽ അവരുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞത് വയ്യ, മധുരയിൽ ഇറക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എങ്ങനെയൊക്കെയോ ഡ്രൈവറിൻ്റെ സൈഡിലത്തെ സീറ്റ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഷെയർ ഓട്ടോ അല്ലേ, അതിൽ കയറിയ നല്ല രീതിയിൽ അങ്ങ് പോയി. വയ്യായിരുന്നു. പിന്നെ ഞാൻ മധുരയിൽ ചെന്നിട്ട് അടുത്ത ഷെയർ ഓട്ടോ കയറണമായിരുന്നു. ഫുട്പാത്തിൽ ചെന്ന് കുത്തിയിരിക്കുമായിരുന്നു, നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. അവിടെ കുത്തിയിരുന്നു കുറേ നേരം. മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ രാവിലെ വരെ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തു. പിന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഹോളിയുടെ ഒരു എക്സ്പീരിയൻസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ലൈക്ക്, സബ്സ്ക്രൈബ് അതൊക്കെ തന്നെ ചെയ്യുക.